ഓ മാൻ, ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. നേരെ ലോണ്ടറി പോയി ഡ്രസ്സ് കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ മെസ്സി പോയി നല്ല ഫുഡ് കഴിക്കണം. കടയിൽ നിന്ന് നല്ല കറി വാങ്ങിച്ചിട്ട് വേണം മെസ്സി പോകണം. പിന്നെ ശാത്തേട്ടനെ പോകണ വഴിക്ക് പിടിക്കണം. പിന്നെ ഒരു പെപ്സിയും കൂടെ വാങ്ങണം. ആദ്യം കയ്യിലിരിക്കുന്ന ഡ്രസ്സ് കൊണ്ട് ലോണ്ടറി ഇടാം. ലോണ്ടറി വാഷ് ചെയ്യാൻ കൊടുത്ത ഡ്രസ്സ് തിരിച്ച് റൂമിൽ കൊണ്ട് വേണം. അതിനാണ് ഞാനിപ്പോൾ ഫസ്റ്റ് പോകണം. എൻ്റെ കയ്യിൽ ഞാൻ കഴിയ ഡ്രസ്സ് കൊടുത്തുകൊണ്ട് തിരിച്ച് വരണം. ഇനി റൂമിൽ കൊണ്ടുവന്ന് ഈ ഡ്രസ്സ് വെച്ചിട്ട് വേണം താഴെ പോകാൻ. താഴെ മിക്കവാറും ശരത്തേട്ടൻ വെയിറ്റിംഗ് ആയിരിക്കും. റൂമിൽ ഡ്രസ്സും വെച്ച് നേരെ ലിഫ്റ്റിൽ കയറി താഴെ പോയി കഴിഞ്ഞാൽ ശരത്തേട്ട അവിടെ കാണുമാവോ, എന്തായാലും വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ താഴെ വന്നപ്പോൾ ശരത്തേട്ട കവറുമായിട്ടിരിക്കുന്നു. പിന്നെ നമ്മൾ രണ്ടും ഒന്നും നോക്കില്ല, തുള്ളിച്ചാടി നേരെ പോണത് ബ്രാവോയിലോട്ടാണ്. ശരത്തേട്ടൻ്റെ പറ്റിയട അതാണ് ബ്രാവോ. നമ്മൾ നേരെ പോണ് ബ്രാവോയിൽ പോണ്, വല്ലതും വാങ്ങുന്നു, വല്ലതെന്ന് പറഞ്ഞാൽ കറി വാങ്ങുന്നു. എനിക്കൊരു പെപ്സിയാ കോള എന്തെങ്കിലും വാങ്ങണം. കടയുടെ ഉള്ളിൽ ചെന്നപ്പോണ്ട് താഴെ കിടക്കുന്ന മുട്ട പപ്സ്, സീന, സമൂസ, അങ്ങനെ കുറേ വിഭവങ്ങൾ നിരത്തി വെച്ചിരുന്നു. പിന്നെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആ വീഡിയോ കൂടെ അങ്ങ് എടുത്ത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്ന പെപ്സി എടുത്തിട്ടുള്ളത്. പെപ്സി നോക്കി ചെന്നപ്പോഴത്തേക്ക് അവിടെ പെപ്സി ഇല്ല. അങ്ങനെ കോള എങ്കിൽ കോള എന്തെങ്കിലും ആയിക്കോട്ടെ. ഞാൻ നേരെ അതുകൊണ്ട് ഒന്ന് ശരത്തേട്ടൻ്റെ കയ്യിലും കൊടുത്ത്. അപ്പോൾ കറിയും കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് ബില്ലടിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ബില്ലടിച്ചാലും ബില്ലിപ്പോൾ കൊടുക്കത്തില്ല കേട്ടോ. മാസം അവസാനം നമ്മൾ പൈസ കൊടുക്കത്തുള്ളൂ. കരയും കോളയും കവറും വെള്ളമൊക്കെ ആയിട്ട് ഇനി നേരെ നടന്നു പോകണം മെസ്സിലോട്ടാണ്. ഇവിടെയാണെങ്കിൽ പുറത്തിറങ്ങാൻ വയ്യ, നല്ല ഹ്യൂമിഡിറ്റിയുണ്ട്, ചൂടുമുണ്ട്. പ്രവാസം എന്നൊക്കെ പറഞ്ഞാൽ ഇത് തന്നെ, ചൂടെങ്കിൽ ചൂട്, തണുപ്പെങ്കിൽ തണുപ്പ്. തണുപ്പ് വന്നാലും പാട്, ചൂട് വന്നാലും പാട്. ഇതാണ് നമ്മളെ മെസ്സിൻ്റെ കവാടം. ശരത്തേട്ടൻ കൈ കഴുകാൻ പോയി, എന്ത് പറ്റിയാന്തോ. നേരെ മെസ്സി ക്യൂ നിന്ന് ഫുഡ് കൊടുത്ത് ഒരു ചെയറും ടേബിളും കണ്ടെത്തി അവിടെ വന്ന് ഇരുന്ന്. ഇതാണ് നമ്മളെ ഫുഡ്. സോസേജാണ്, പിന്നെ പരിപ്പ് കറിയുണ്ട്, പായസമുണ്ട്, പിന്നെ സലാഡുണ്ട്. പിന്നെ നമ്മളവിടെ നിന്ന് മീൻകറിയും വാങ്ങിച്ച്, പിന്നെ വെണ്ടയ്ക്ക തോരനും വാങ്ങിച്ച്. വീഡിയോയുടെ ലെങ്ത് കൂട്ടി നിങ്ങളെ ഒരുപാട് ഞാൻ പോസ്റ്റ് ആക്കുന്നില്ല. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് കഴിച്ച് തീർത്തിട്ട് നേരെ പ്ലേറ്റ് അവിടെ കൊണ്ടുവയ്ക്കുന്നു. എന്നിട്ട് നമുക്ക് നേരെ റൂമിലോട്ട് പോകും. റൂമിൽ പോകുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നിങ്ങളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞ കാര്യം. ഇത് നമ്മളെ ഇവിടുത്തെ ചേട്ടന്മാരും ഭായിമാരും എല്ലാവരും കൂടെ തട്ടിക്കൂട്ടി സെറ്റാക്കി വെച്ചേക്കുന്ന ജിമ്മാണ്. ഇവിടെ സെറ്റാണ്, പൊളിയാണ്, എല്ലാവർക്കും വന്ന് വർക്കൗട്ട് ചെയ്യുക, ഒരു പ്രശ്നവുമില്ല. എനിക്ക് ഇവിടെ വന്ന് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷേ കഴപ്പാണ്. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇൻസ്റ്റ ഫോളോ ചെയ്തേക്കണം, യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, പിന്നെ ലൈക്ക് അടിച്ച് പൊളിച്ചോണം കേട്ടോ. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.